ഹലോ ഗൈസ്, 2 ആഴ്ച ആനുവൽ ലീവ് കിട്ടി. എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വൈഫ് എവിടുന്നോ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു അഡ്വഞ്ചർ പാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് കരുതി ഞാനും ഗിരിയും സൗമ്യയും വൈഫും കൂടി യാത്ര തുടങ്ങി. വീടിൻ്റെ അവിടെ നിന്നൊരു 1 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തി. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഞങ്ങൾ പിന്നെ നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്, പാർക്കിംഗ് ഉൾപ്പെടെ. ചെസ്സിങ്ടൺ അഡ്വഞ്ചർ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് നമുക്ക് നാട്ടിലെ വണ്ടർല പോലെ കുറേ റൈഡുകളും പിന്നെ ഒരു സൂ പാർട്ടുണ്ട്, ഒരു 1000ഓളം അനിമൽസ്, പിന്നെ ഒരു സീസൈഡ് വ്യൂ, അങ്ങനെ ഒരു സംഭവം ആണ് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത്. പക്ഷേ വിൻ്റർ ടൈം ആയതുകൊണ്ട് ഇവിടെ നമുക്ക് റൈഡുകളെല്ലാം ക്ലോസ് ആണ്. 1000ഓളം അനിമൽസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അഞ്ചും സൗമ്യയും കൂടി മാപ്പൊക്കെ നോക്കി വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ വഴി പോകാമെന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കരടിയും സിംഹവും കടുവയൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് ഇതിനകത്ത് ഞങ്ങൾ കയറിയത്. പക്ഷെ കരടീനെയൊന്നും കാണാനില്ല, തണുപ്പായതുകൊണ്ടെന്ന് തോന്നുന്നു. എല്ലാം അതിൻ്റെ കൂടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഒന്നും കാണാൻ സാധിക്കാണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വഴി നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ സൈഡിലും ഒരു സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്പീക്കറിനുള്ളിൽ കൂടി നമുക്കൊരു കാടിനകത്ത് ഉള്ള ആ ഒരു സൗണ്ട് ഇവരിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു കാട്ടിനുള്ളിൽ കൂടി നടക്കുന്നൊരു ഫീലിംഗാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കാലിഫോർണിയ സീ ലയണാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒരു ബോർഡായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ടാങ്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്താണിത്. നമ്മൾ കുറേ നേരം നോക്കി നിൽക്കുമ്പോഴാണ് ഇവന്മാർ ജസ്റ്റ് ഒന്ന് പൊന്തി വരണേ. ക്യാമറ ഓൺ ചെയ്ത് വരുമ്പോഴത്തേനും അത് വീണ്ടും താന്നു പോകും. ഒന്നാമതെ ഫീഡിങ് ടൈം അല്ലെന്ന് തോന്നുന്നു. ഫീഡിങ് ടൈം ആണെങ്കിൽ കുറച്ചുകൂടിയും ഇവർ നമുക്ക് വിസിബിളായിട്ട് കാണാൻ സാധിച്ചാണ്. എന്തായാലും ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ നിന്നെങ്കിലും ഇങ്ങനെ കുറച്ച് സമയം മാത്രമേ ഇവരെ ഇങ്ങനെ പൊങ്ങി കാണാൻ പറ്റുള്ളൂ. കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ക്യാമറയിൽ കിട്ടി, ബാക്കി കുറേ ഭാഗങ്ങൾ നമുക്ക് കിട്ടിയില്ല. അങ്ങനെ പോയി. സാധാരണ സൂവിൽ കാണുന്ന പോലെ ആനിമൽസിനെല്ലാം ഒരു സൈഡിൽ ഒരുമിച്ച് കാണിക്കാണ്ട് ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി വളരെ നല്ലതാണ്. കുറച്ച് ആനിമൽസ് കഴിഞ്ഞ് പിന്നെ നമുക്കിങ്ങനെ മനോഹരമായ കുറേ ഏരിയകളുണ്ട്, അതിൽ നടക്കുകയും നമുക്ക് പിള്ളേർക്ക് വേണേൽ കളിക്കാം. അങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് ഇവർ ഈ പാർക്കിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ നൈറ്റ് സ്റ്റേ വേണ്ടവർക്ക് ഇവിടെ സ്റ്റേ അവൈലബിൾ ആണ്. റിസോർട്ടുകളുണ്ട്. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ സ്റ്റേയും എടുക്കാവുന്നതാണ്.
ആദ്യമായിട്ട് പെൻഗ്വിനെ നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റി കേട്ടോ. ഇവരൊരു ഗ്ലാസ് ടാങ്കാണ് അറേഞ്ച് ചെയ്തിരിക്കണത്. അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ നിൽക്കുമ്പോൾ പെൻഗ്വിൻ തീറ്റ എടുക്കാൻ ഇവരെ ഫീഡ് ചെയ്യാൻ വന്നതാണെന്നുള്ള ധാരണയിൽ ഇവർ വളരെ അടുത്ത് നമുക്ക് വന്ന് കാണാനായിട്ട് പറ്റും. എന്തായാലും ഇതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. താറാവിനെ പോലെയൊക്കെ നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും വളരെ സ്പീഡിലാണ് ഇവന്മാർ നീന്തി പോകുന്നത്. ഈ ചില്ലുകൂട്ടിനകത്ത് കാര്യം പറഞ്ഞാൽ നല്ലൊരു കുരങ്ങൻകുട്ടന്മാരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ക്യാമറയിൽ ഇതിനെ കിട്ടുന്നില്ല. നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. വളരെ ചെറുതാണ്. ഇത് പിന്നെ ഒരു മരപ്പട്ടി വന്ന് വെള്ളം കുടിക്കുന്നതാണ്. മരപ്പട്ടി കുറേ ഉണ്ട്, അതിൻ്റെ കൂട്ടിലാണെന്ന് മാത്രം. ഇവിടെയുള്ള ജീവികളെല്ലാം തന്നെ കൂട്ടിനകത്താണ്. കാരണം തണുപ്പായതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. അതുകൊണ്ട് സിംഹത്തിൻ്റെ അവിടെയൊക്കെ പോയെങ്കിലും സിംഹവും കടുവയും കരടീനും ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. എല്ലാം അതിൻ്റെ കൂട്ടിലായിരുന്നു. വെയിൽ തെളിയും നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ എല്ലാം പുറത്ത് ചാടിയാണ്. ഇതിപ്പോൾ എല്ലാം അകത്താണ്. അത്യാവശ്യം വിശന്നിരിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ പുറത്ത് ചാടിയിട്ടുള്ളൂ. ഞങ്ങളിതിന് ഓപ്പോസിറ്റ് സൈഡിൽ വന്നപ്പോൾ 3-4 ജിറാഫ് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് ബാക്കിയെല്ലാം കൂട്ടിക്കയറി. ഇപ്പോൾ ഒരെണ്ണം ഉള്ളു പുറത്ത്. ഞങ്ങളെ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. പുള്ളിയും പെട്ടെന്ന് കൂട്ടിലേക്ക് പോകുന്ന വഴിയാണ്.
അങ്ങനെ 2-3 മണിക്കൂർ അവിടെ കറങ്ങി നടന്ന് കുറേ ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങളങ്ങനെ അന്നത്തെ ദിവസം അവിടെ അടിച്ചു പൊളിച്ച് തീർത്തു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി സമ്മറിൽ ഒന്നുകൂടി വരണമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ കുറേ റൈഡുകൾ കൂടി എൻജോയ് ചെയ്യാനുണ്ട്. എന്തായാലും ഒരടിപൊളി പരിപാടിയായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.